അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരുസത്തെ മുഅ്മിനീങ്ങളെ, നിങ്ങളെല്ലാവരും ജീവിതത്തിൽ നിങ്ങൾക്ക് യശസ്വി കാണണം. രണ്ട് ജീവിതത്തിലും, ദുനിയാവുടെ ജീവിതത്തിലും ആഖിറത്തെ ജീവിതത്തിലും യശസ്വി കാണണം നിങ്ങളെല്ലാം ആഗ്രഹിക്കണം. എങ്കിൽ ഈ യശസ്വിയുടെ മൂല സൂത്രം ഒന്ന് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പരിപാടി തന്നെ ഖണ്ഡിതമായിട്ടും ആ സൂത്രം നിങ്ങൾ ജീവിതത്തിൽ അളവടിച്ചെങ്കിൽ നിങ്ങൾക്ക് ഖണ്ഡിതമായിട്ടും രണ്ട് ലോകത്തും യശസ്വി കാണവും സാധ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു ഹദീസ് നമുക്ക് പരിപാടി തന്നെ, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅൻ, നല്ല കാര്യത്തെ, ചെറിയൊരു നല്ല കാര്യത്തെയും നീ നിസാറായി കാണണ്ട. വളരെ അർത്ഥമുള്ള ഒരു പലക്കായിട്ട് പലക്കാം നിങ്ങളുടെ ജീവിതത്തിൽ. അത് മാത്രം നിങ്ങൾ അളവടിച്ചെങ്കിൽ നിങ്ങൾക്ക് യശസ്വിയുടെ മൂലസൂത്രം അതായിരിക്കും. ചെറിയ കാര്യത്തെ ഒന്ന് നിസാറായി കാണണ്ട. ചില സന്ദർഭത്തിൽ ചെറിയ കാര്യങ്ങൾ അത് വളരെ പവർഫുൾ ആയിട്ട് നിങ്ങൾ അത് ശരിയായിട്ട് നിസ്സാറാക്കി കാണാം. നിങ്ങൾ നോക്കുന്ന ഒരു വലിയൊരു അക, വലിയ അരമന പോലത്തെ അക, ഈ ഔത്തിനെ നിയന്ത്രിക്കാറ്, ഈ ഔത്തിനെ ടോട്ടലായിട്ട് അതിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഒരു ചെറിയൊരു ലോക്ക് ആയിട്ട് ഒരു ബീഗ. എങ്കിൽ ഈ ബീഗത്തെ നിയന്ത്രിക്കാറ് ചെറിയൊരു ചാവി, ഒരു കീ ആയിട്ട് നോക്കണം. അപ്പൊ ഇത്ര വലിയ ഔത്തിനെ നിയന്ത്രിക്കണേ ഒരു ബീഗ, ഈ ബീഗത്തിരി നിയന്ത്രിക്കുന്ന ഒരു ചാവി ആയിട്ട്. അപ്പൊ ചെറിയ കാര്യത്തിൽ എത്ര പവർ ഉണ്ട് കളിക്കുന്ന മനസ്സിലാവും. ഉദാഹരണം ചെന്നെ നീ ആന നോക്കിയിട്ടില്ലേ? ആന ചെല്ലത് എത്ര വലിയൊരു ജീവിയായിരിക്കും. ജാനുവറുകളെ, ജീവികളെ കൂട്ടത് വലിയൊരു എനിമലായിരിക്കും ആന ചെല്ലത്. എങ്കിൽ ആനയുടെ കൊല്ലവും ചെറിയ കീട്ടാണുവും സാധിക്കുക. അതിലെ കാതുക്ക് പ്രവേശിച്ചിട്ടുണ്ടായെങ്കിൽ ആ കീട്ടാണു എന്താക്കണം, ആനയുടെ കൊന്നുകളയരുത്. അപ്പോ അതുകൊണ്ടായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആനക്ക് വലിയ കാത് കൊടുത്തത്. നാളെ പോലത്തെ കാതല്ല, അതിങ്ങനെ ആടിയണ്ടിക്കും തടുപ്പ് പോലെ. അപ്പോ ഈ ആനയുടെ കൊല്ലവും ചെറിയ കീട്ടാണുവും സാധ്യമുള്ളൂ. അപ്പൊ ചെറിയ കാര്യങ്ങൾ ഞങ്ങളെ വ്യക്തിത്വത്തെ കൊല്ലവും, അതായത് ചെറിയ ബെടക്ക് കാര്യങ്ങൾ ഞങ്ങളെ വ്യക്തിത്വത്തെ കൊല്ലവും അതുപോലെ ഞങ്ങളെ നിസ്തേജാക്കുവത് കാരണമാവുള്ളൂ. ചെറിയ നല്ല കാര്യങ്ങൾ ഞങ്ങളെ ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്തുവാട്ടവും സാധ്യമാവും. ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ വലിയ ആൾമാരെ ഞങ്ങൾ കേട്ട ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പോലത്താണ് ഈ കാലത്തും ജീവിച്ച വലിയ മേധാവിങ്ങ ആലിമീങ്ങൾ. അങ്ങനെ ചെറുപ്പത്തിൽ ഒരിക്കലും ഞങ്ങൾ അത്ര വലിയ സ്ഥാനത്ത് എത്തുകൊണ്ട് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇനിയിപ്പോ ഞങ്ങൾ വലിയ ആലിമീങ്ങൾ പറയുമ്പോൾ വലിയൊരു പ്രായമേ എന്തോടും അങ്ങനെ സ്വാഗത്താക്കാൻ റെഡിയാവും. ഇനി ഒരു പ്രദേശമേ സ്വാഗത്താക്കാൻ റെഡിയാവും. അപ്പൊ വാസ്തവത്തിൽ അങ്ങനെ പോലെമേ ചെരിയിക്കുമ്പോ ചേട്ടിട്ടുണ്ട് സ്കൂളിൽ പോയെന്നേ ഞങ്ങളെ പോലെമേ ജീവിച്ചിരുങ്ങ. ഒരിക്കലും കിനാൾ വിചാരിച്ചിട്ട് നാനൊരു വലിയൊരു ഹന്തത്ത് എത്തോ കൊണ്ടുണ്ട്. എങ്ങനെ സാധ്യതത്? വാസ്തവത്തിൽ ചെറിയ കാര്യത്തിലായിരിക്കും ചെറിയ നല്ല കാര്യമാക്കേണ്ടി വന്നാൽ, ചെറിയ കാര്യം നല്ല ആക്കിയെന്ന് പറയുമ്പോൾ വലിയ കാര്യത്തിൽ അത് പ്രേരണയായിട്ട് അങ്ങനെ സ്റ്റെപ്പായിട്ട് ഒരിക്കലും ആരും ബലിയാവില്ല. സ്റ്റെപ്പായിട്ട് ബലിയായിട്ട് വലിയൊരു ഹന്തത്തിൽ എത്തിയാറ്. അതുപോലെമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദുഷിച്ച ആൾമാരെ കാണാം, വിലന്മാരെ, കേടിമാരെ ഉള്ള സമാജ വലിയ ക്രൂരമായിട്ട് കാണേണ്ട ആൾമാർ. ഉദാഹരണം ഹിറ്റ്ലർ, യഹൂദികളെ ലക്ഷ യഹൂദികളെ മാരണഹോമാക്കിയ ഹിറ്റ്ലർ അവനും ഇതുപോലെമേ ഞങ്ങളെ പോലെമേ ചട്ടിട്ട് സാല പോയവനെ. എങ്ങനെ അത്ര ക്രൂരിയായിട്ട് മാറിയവനും? ലോകത്തെ ഏതൊരു ദേശത്തെ ഒരു സർവാധികാരെ ഹിറ്റ്ലർക്ക് ഹോളിക്കയാക്കണം നിങ്ങൾക്ക് കാണാൻ സാധ്യമോ? എങ്ങനെ ഹിറ്റ്ലർ ആ വലിയൊരു അവസ്ഥയിലേക്ക്, ഒരു നീച്ച അവസ്ഥയിലേക്ക് എത്തിയ അവനും അതേപോലെ ഫസ്റ്റ് ചെറിയ ദുഷിച്ച കാര്യങ്ങൾ ചെയ്ത, ബെടക്ക് കാര്യത്തെ ചെയ്ത അത് വലിയ ക്രിമിനൽ കൃത്യത്തിൽ അത് അവർക്ക് പ്രേരണയാക്കിയിട്ട് അങ്ങനെ വലിയൊരു ക്രിമിനൽ ആയിട്ട് ലോകത്ത് അറിയപ്പെട്ട ഞങ്ങളെ ഇപ്പൊ ഈ അടുത്തറിയപ്പെട്ട വീരപ്പന് വലിയൊരു ഞങ്ങൾ പേടിക്കുന്ന പോലത്തെ ഒരാളായിട്ട് മാറിയ, മനുഷ്യന്മാരെല്ലാം പേടിച്ച ആ വീരപ്പന്റെ ചെറിയ ബാല്യാവസ്ഥയും നാളെ പോലെ സാധാരണ ഒരു അവസ്ഥയായിട്ട് ചെറിയ കാര്യങ്ങൾ അവൻ ബെടക്ക് ചെയ്തിട്ട് ലാസ്റ്റ് വലിയ കള്ളായിട്ട് മാറിയ. അപ്പൊ ഏതൊരു കാര്യവും നല്ല കാര്യത്തെ നിസ്സാറായിട്ട് കാണണ്ട. നല്ല കാര്യം ആക്കി ചെറിയ കാര്യം ആക്കിയിട്ട് അത് വലിയായിട്ട് ലാസ്റ്റ് വലിയ വ്യക്തിത്വ വികസനാക്കിട്. ഹനി കൂടിതരെ ഹള്ളാണ്ട് നീ കേട്ടിക്കുക.
ചെറിയ ചെറിയ ഹാനി കൂട്ടിയെങ്കിൽ വലിയ കൊലയായിട്ട് കൊല്ലേ ഓർക്ക് ഓൽക്കൊടുക്കും. അപ്പോ ഞങ്ങൾ എന്താക്കണു, നല്ല നല്ല കാര്യം ഒരു സുബനെ പിടിച്ച് ജാവത്തോ ചെമ്മ നല്ല നല്ല കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ അതെല്ലാം ആക്കാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചത്തല്ലേ, വലോ തൽക അഖാക ബിവജ്ഹിൻ തലീഖ്, നീ ചെറിയ കാര്യത്തൊന്നും നിസ്സാറാക്കണ്ട. എവിടത്തോളം ചെന്നെങ്കിൽ നിന്റെ ഒരു സഹോദരൻ നിന്റെ കണ്ണുമുട്ടുമ്പോൾ ചങ്ങായി എതിർ പറയുമ്പോൾ ചെറിയൊരു പുഞ്ചിരിച്ചു കൊടു, അതും നല്ല കാര്യമായിട്ടിക്കിട്, അതോ ഒരു സ്വതക്കായിട്ടിക്കിട്. അപ്പോ ഇങ്ങനെ ചെറിയ നല്ല കാര്യം കാണുമ്പോൾ ആക്കിണ്ടിരിക്കുമ്പോൾ അത് വലിയ വലിയ കാര്യത്തിൽ നല്ല കാര്യത്തിൽ പ്രേരണയാവടോ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സൂത്ര ഏതൊരു സുബനെ പിടിച്ച് ജാവത്തോളൂ ശരി നല്ല നല്ല കാര്യങ്ങളിൽ നിന്ന് ആക്കൂ, പ്രയത്നാക്കണോ. കുറേ രംഗത്തിൽ എന്താ ചവിട്ട വേണ്ട 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 എനിക്ക് നെഗ്ലക്ട് ആക്കണം. അപ്പൊ വലിയ കാര്യം നല്ലൊന്നും കാര്യം നിങ്ങളിലാക്കുവോ സാധ്യമാവില്ല. അതുപോലെ ചെറിയ ബെടക്ക് കാര്യങ്ങൾ, ഹറാമായ ചെറിയ കാര്യങ്ങൾ കറാത്തായതുമാവും ചിലപ്പോൾ, അതൊന്ന് നിസ്സാറാക്കണം. അതാക്ക വിഷയേന്ദ്രൻ ചെറിയതല്ലേ വിഷയേന്ദ്രൻ, പിന്നെ പിന്നെ അത് വലിയ വലിയ പോകണ്ടു. അതുകൊണ്ടു പിന്നെ ചെറിയ ചെറിയ ബെടക്ക് കാര്യത്തും വർജിക്കണം, ചെറിയ ചെറിയ നല്ല കാര്യത്തെ ആക്കിയിട്ട് പോകണം. അപ്പോ ഈ ബെടക്ക് കാര്യം വർജിക്കുമ്പോൾ വലിയ വലിയ കാര്യത്ത് ഹറാമായ കാര്യത്തെ തൊട്ടു വൈദ്യു തുറത്താവുള്ള എനർജി നമുക്ക് കിട്ടു, ആ ഒരു ആത്മീയമായ ശക്തി നമുക്ക് കിട്ടു. അതുപോലെ നല്ല കാര്യം ചെറിയ ആക്കുമ്പോൾ വലിയ വലിയ നല്ല നല്ല കാര്യത്തെ ജീവിതത്തിൽ നമുക്ക് ഒരു യശസ്വിര മെട്ടിൽ പത്തവും നമുക്ക് എനർജിയും ഈമാനികമായ ആവേശം നമുക്ക് കിട്ടു. ഈ ഒരു കാര്യം എല്ലാവരും പ്രവർത്തിക്കുക. ഈ ഒരു കാര്യത്തെ, ഈ ഒരു ഉപദേശത്തെ നിങ്ങൾ എല്ലാവരും നിങ്ങളെ ഫ്രണ്ട്സുമാർക്കും ചങ്ങായിമാർക്കും കുടുംബക്കാർക്കെല്ലാം എത്തുപാടറും. ഈ വീഡിയോ താഴത്തെ ഷെയർ ആക്കറു, ലൈക്ക് ആക്കറു, അതുപോലെ കമന്റ് ആക്കറു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഈ ദീനി സംരംഭത്തെ അള്ളാഹു മരിക്കത്തോറും ദീന് ഖിദ്മത്ത് ചെയ്യുന്ന തൗഫീക്ക് തരട്ടെ. ഞങ്ങളെല്ലാ കാര്യത്തും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.